എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ രണ്ടുപേരുടെ സെപ്പറേഷൻ ഏതെങ്കിലും ദുഷ്ടശക്തികൾ എന്തെങ്കിലും മന്ത്രോച്ചാരണം കൊണ്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ കറുത്ത കൈകൾ നിങ്ങളുടെ ബന്ധം രണ്ടായതിന് പിന്നിലുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും വ്യക്തിയുടെ ഗൂഢതന്ത്രത്തിൻ്റെ ഫലമാണോ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് ചെയ്താണോ, ആരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്താണോ നിങ്ങളുടെ വ്യക്തിയെ തമ്മിൽ അകറ്റിയെന്നാണ് നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരാണ് അതങ്ങനെ ചെയ്തതെന്നാണ് ഞാനിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സണിന് വേണ്ടിയുള്ള റീഡിംഗ് അല്ല ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും റീഡിങ്ങിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. എന്താണ് നിങ്ങളെ തമ്മിൽ അകറ്റിയത്? ആരുടെയെങ്കിലും ഗൂഢതന്ത്രം നിങ്ങളുടെ ബന്ധം തകരാനായിട്ട് കാരണമായിട്ടുണ്ടോ എന്നാണ് ഞാനിവിടെ നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കാർഡുകൾ എടുത്തു, അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സ്ത്രീയുടെ ഇടപെടൽ, അതായത് നിങ്ങളുടെ ബന്ധത്തിൽ കണ്ണുകടിയുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പല കാര്യങ്ങളും, അതായത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കാര്യം ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഇടയിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നൊരു സ്ത്രീയാണ് ഇവർ. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ബന്ധത്തിലേക്ക്, അതുപോലെ തന്നെ ലവേഴ്സിൻ്റെ ഇടയിലേക്ക് നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് വന്നൊരു വ്യക്തി. അതായത് വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നൊരു ബന്ധമാണ് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡ് ഇതിലേതും. അതായത് ഇവിടെ ഒരു ലവേഴ്സും, അതുപോലെ തന്നെ ഇവിടെ ഒരു ഇപ്പോൾ ലവേഴ്സ് കാർഡ് കാണുന്നുണ്ട്, 2 ഓഫ് കപ്സും കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു ആഴത്തിലുള്ളൊരു ബന്ധമായിരുന്നു, സ്നേഹബന്ധമായിരുന്നു. പെട്ടെന്നായിരുന്നു നിങ്ങളുടെ ബന്ധത്തിന് ഒരു എൻഡ് വന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു. നിങ്ങൾക്ക് ചിലപ്പോൾ ആളെ അറിയില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ കൂടെ എല്ലാത്തിനും നിന്ന് നിങ്ങളുടെ സ്വന്തം സഹോദരിയാകാം, നിങ്ങളെ അത്രയധികം വേണ്ടപ്പെട്ട, അതായത് നിങ്ങളൊരു കൂടപ്പിറപ്പിനെ പോലെ ഒരു കണ്ടൊരു വ്യക്തിയാണ് നിങ്ങൾക്കെതിരായിട്ട് പല ചതിപ്രയോഗങ്ങളും നടത്തി നിങ്ങളുടെ ഹസ്ബൻഡിനെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൃദയവേദന ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്ന്. ആ ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാവുന്നതാണ്, നിങ്ങളുടെ ഫാമിലിയിലുള്ളൊരു വ്യക്തിയാണ്, നിങ്ങളുമായിട്ട് രക്തബന്ധമുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്താണ്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ക്യൂൻ ഓഫ് സോർഡിൻ്റെ എനർജിയാണ്. അവർ ഭയങ്കര തന്ത്രശാലിയാണ്, ബുദ്ധിമതിയാണ്. ചിലപ്പം അത് ആ ഭർത്താവിൻ്റെ അമ്മയാവാം, അല്ലെങ്കിൽ അവരുടെ അമ്മയാവാം. അപ്പം അവരും ഇതിൻ്റെ പിന്നിൽ ഇടപെട്ടിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നു. അപ്പോൾ അവരുടെ തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബ്രേക്കപ്പ് വന്നത്. അവർ പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയെ വെച്ച് പ്ലാൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒരു ജീവിതം ഇപ്പം തേർഡ് പാർട്ടി, ഇപ്പം വേറൊരു ലേഡിയാണ്, ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ മറ്റൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി ഇവരെ വിവാഹം കഴിച്ച് ഇവരിൽ നിന്ന് പല കാര്യങ്ങളും സാമ്പത്തികവും അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിച്ചു. കാര്യം നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനെ ആരും ആഗ്രഹിച്ചു പോകും. കാര്യം അതുപോലെ ഒരു ക്യാരക്ടറാണ്. അതായത് നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷവും സമാധാനമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇവർക്ക് ഭയങ്കര അസൂയായിരുന്നു. ഇവർ ഈ അസൂയ മൂത്താണ് നിങ്ങൾക്കെതിരെ പല കാര്യങ്ങളും ചെയ്തതായിട്ട് കാണുന്നത്. പിന്നെ പെട്ടെന്ന് വഴക്കിലേക്ക് പോയി. ഇവിടെ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ബ്ലാക്ക് മാജിക്കും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാനിപ്പുലേഷനാണ്, അതായത് ഒരാളുടെ നാവാണ് ഏറ്റവും വലിയ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇല്ലാവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട തന്നെ ഒരാളാണ് നിങ്ങളെപ്പറ്റി വളരെ മോശമായിട്ട്. അപ്പം തന്നെ നിങ്ങൾ ഓർക്കും, എൻ്റെ കൂടപ്പിറപ്പ് ഇങ്ങനെ പറയുമോ, അല്ലെ എൻ്റെ ബന്ധു ഇങ്ങനെ പറയുമോ. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ലേഡിയാണ്, ഭയങ്കര ക്രൂക്കഡ് മൈൻഡാണ്. ആ ഒരു ലേഡിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ വഴിതിരിച്ച് വിട്ടതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവർക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ ഒരു നോട്ടം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനെ, അവരെ നിങ്ങൾ തമ്മിൽ തട്ടിയെടുത്തായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയും കാണുന്നുണ്ട്. അതുപോലെ ചിലരുടെ കാര്യത്തിൽ ഒരു പുരുഷൻ്റെ എനർജിയും കാണുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ ഒരു നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചില ആൾക്കാരുടെ കാര്യത്തിൽ തന്ത്രശാലിയായിട്ടുള്ളൊരു പുരുഷൻ
ഒരു ഇതിനകത്തുണ്ട്, ഈ ഒരു ബന്ധത്തിൽ ഇടപെട്ടതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ അങ്ങനെ നിങ്ങളുടെ വൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനെയും തമ്മിൽ അകറ്റിയതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയും കാണുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ദാമ്പത്യ ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് വിള്ളൽ വരാൻ കാരണം അവരാണ്. അപ്പം അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതായത് പല രീതി അവർ ഇപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതാണ് അതായത് നിങ്ങളെ അവരിൽ നിന്ന് അകറ്റി നിങ്ങളുടെ പേഴ്സണെ തട്ടിയെടുക്കുക എന്നതാണ് ഉദ്ദേശം. അതായത് നിങ്ങളുടെ ഒരു ജീവിതം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അസൂയായിരുന്നു. കാര്യം ഇവർക്ക് കിട്ടാത്ത ഒരു ജീവിതമാണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ അസൂയ കൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് കാണുന്നത്. കടുത്ത രീതിയിലുള്ള ബ്ലാക്ക് മാജിക് പ്രയോഗങ്ങൾ ചെയ്തതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള ഇതാണ് ബ്ലാക്ക് മാജിക്കിന് ഉപരി ഇവരൊരു മാനിപ്പുലേഷൻ, ഒരു ഭയങ്കര അസൂയാണ് ഇവർക്ക്. ചിലരുടെ കണ്ണുദോഷം എന്നൊക്കെ പറയത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കും അതൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ അതൊക്കെ ഇവിടെ ഏറ്റതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട്. നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കാൻ കാരണം ഈ ഒരു വ്യക്തിയുടെ ഒരു സ്വാർത്ഥ താല്പര്യമാണ് നിങ്ങളുടെ പേഴ്സണെയും തമ്മിൽ അകറ്റിയത്. ഒരു വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്തിയത് ഈ ഒരു വ്യക്തിയാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യമാണ്. അവരൊരുപാട് നിങ്ങളെ വഞ്ചിച്ചതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന അതാണ്. ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി നിങ്ങളുടെ ബന്ധത്തിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവരുടെ പൊസസീവായിട്ടുള്ളൊരു നേച്ചറാണ്. കാര്യം അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവർ നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് വളരെ തന്ത്രപരമായിട്ടാണ് തട്ടിയെടുത്തത്. അതായത് ആഭിചാര കർമ്മങ്ങൾ ചെയ്തും അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തും നിങ്ങളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അവർ നിങ്ങളുടെ വ്യക്തി അകറ്റിയത്. അവർക്ക് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ അവരുടെ അമ്മയാകാം. അവർക്ക് നിങ്ങളോട് താല്പര്യക്കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങളെ മരുമകൾ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നത്, അവരുടെ മകൻ നിങ്ങളെ സ്നേഹിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല. അങ്ങനെ കുറച്ച് എനർജിയും വന്നിട്ടുണ്ട്, ഫാമിലിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതാണ് സ്പ്രെഡാണ് ഇന്ന് നമുക്ക് റീഡിങ്ങിൽ മനസ്സിലായത്. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? നമുക്ക് കുറച്ച് കാർഡും കൂടി എടുത്ത് നോക്കാം. എന്തായിരുന്നു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം നോക്കാം. അതായത് ആദ്യത്തെ കാർഡ് തന്നെ ഒരു അബദ്ധ ധാരണയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. കണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് വിരക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ലവറിന് നിങ്ങളോട് വിരക്തി വന്ന കാർഡുകൾ കണ്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബദ്ധ ധാരണയാണ്, നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അതാണ് അവരുടെ പ്രധാന ഇത്. കാര്യം എന്ന് വെച്ചാൽ പാഷനേറ്റ് അല്ലാത്ത രീതിയിൽ, അതായത് നിങ്ങളുടെ ബന്ധം പാഷനേറ്റ് അല്ലാത്ത രീതിയിൽ പോകാൻ ഇവരാണ് കാരണക്കാർ. കാര്യം ഈ ഒരു ഭർത്താവിന് നിങ്ങളോട് താല്പര്യക്കുറവ്, ഒരു പാഷൻ ഇല്ലാത്തൊരവസ്ഥ, ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ ഈ ഒരു ബന്ധത്തിൽ, അതിനൊക്കെ കാരണം ഇവരാണ്. അടുത്ത കാർഡ് കണ്ടില്ലേ, സപ്രഷൻ, അനാവശ്യ ചിന്തകൾ, വിങ്ങിപ്പൊട്ടുന്നൊരവസ്ഥ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനോട് പല താല്പര്യം ഉണ്ടായിരുന്നു. അവർക്കൊരു പുതിയ ജീവിതമാണ്. അവർ കണ്ടില്ലേ, അവർ നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങൾ തട്ടിയെടുത്തിട്ട് അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചത്. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പോയത് ഈ ഒരു വ്യക്തി കാരണം. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ഇടപെടൽ കാരണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ കാരണം ഈ ഒരു തേർഡ് പാർട്ടിയാണ്. അവരെന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയത്, ഒരു അബദ്ധധാരണ ഉണ്ടാക്കിയത്. ഇതൊരു അബദ്ധധാരണയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് ഒരു തെറ്റിദ്ധാരണകളെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. തെറ്റിദ്ധാരണകൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഇതൊരു മാനസിക സംഘർഷത്തിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവരാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നിൻ്റെ ഒരു എൻഡല്ല. തീർച്ചയായിട്ടും ഇവിടെ ഒരു ക്രിയേറ്റഡ് കാർഡുണ്ട്. കാര്യങ്ങൾ പുതിയ രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങൾ പ്രാപ്തി, നിങ്ങൾ ഓൾറെഡി ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്കൊരു റീബർത്ത് സംഭവിച്ചു, ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു. നിങ്ങളിനി ഒരു കാര്യത്തിനെയും പേടിക്കില്ല. നിങ്ങൾ ഇത്രയും നാൾ പേടിച്ചിരുന്നു, ഇനി ഭയമില്ലാതെ മുന്നോട്ട് പോകാമെന്നാണ് ഫുൾ കാർഡ് പറയുന്നതിന്. കാര്യം ഈ ഒരു വ്യക്തി കൊക്കയിലേക്ക് ചാടുകയാണ്. കാര്യം പക്ഷേ എന്നാലും ആ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും ഒരിട്ടും ഭയമില്ല. അതുപോലെയാണ് നിങ്ങൾ. കാര്യം നിങ്ങൾ ഭയമില്ലാതെ മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിനി അനുഭവിക്കാവുന്നതിന് മാക്സിമം അനുഭവിച്ച് കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്തനുഭവിക്കാനാണ് ജീവിതത്തിൽ? അപ്പം നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു, നിങ്ങൾക്കൊരു സ്പിരിച്വൽ റീബർത്ത് നിങ്ങൾക്ക് സംഭവിച്ചു, ഒരു ട്രാൻസ്ഫർമേഷൻ. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്തത്. ഈ ഒരു വ്യക്തിയായിട്ടൊരു പുതിയ ഒരു ജീവിതത്തിനാണ് അവർ
നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റുക. നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുടെ വൈഫാവാം, ഹസ്ബൻഡാവാം, ആരുമാവാം. പക്ഷേ ഇപ്പം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറി. നിങ്ങൾ എന്തിനെ നേരിടാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. കാര്യം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. കാര്യം നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കും ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയത് ഇവരാണ്. നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോടൊരു താല്പര്യക്കുറവുണ്ടായി. അതായത് താൻ അവിടെ ചേരുന്നില്ല എന്നൊരു തോന്നൽ മനഃപൂർവ്വം ഒരു ബ്ലാക്ക് മാജിക്കിലൂടെ ഇവർ നിങ്ങളുടെ പാർട്ട്ണർക്ക്, അല്ലെങ്കിൽ ഒരു വശീകരണത്തിലൂടെ നിങ്ങളുടെ പാർട്ട്ണറിൽ ഉണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോടൊരു താല്പര്യം അവർക്ക് തോന്നരുത്. ഒരു അബദ്ധധാരണ നിങ്ങളെ സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങളെ ആദ്യ രീതിയിൽ നിങ്ങൾ ഒരുപാട് തളർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ മുൻവിധികളോ മുൻകാല അനുഭവങ്ങളുടെ ഭാരമോ ഇല്ലാതെ ഓരോ നിമിഷവും പുതുമയോടെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു സിറ്റുവേഷനാണ് ഫുൾ കാർഡ് പറയുന്നത്. വിശ്വാസമുണ്ട്. കാര്യം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇല്ലെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാര്യം നിങ്ങൾക്ക് ഭയമില്ലാതെ മുന്നോട്ട് നിങ്ങൾ പോവുകയാണ്. അതായത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ പഴയ ചിന്തകളിൽ നിന്ന് വിമുക്തമാക്കിയതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ എന്താണ് നടന്നത്, അങ്ങനെ ഏതാണ്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ദൈവത്തിൽ ഇപ്പം അടിയുറവ് വെച്ചു. നിങ്ങളെല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്തു. നിങ്ങളുടെ ജീവിതമാണെങ്കിലും എന്താണെങ്കിലും. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രിയേറ്റർ കാർഡ് വന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞു. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചു, പക്ഷേ അവർ നിങ്ങളെ ഒട്ടും മനസ്സിലാക്കാതെ മറ്റൊരു ബന്ധത്തിലേക്ക് പോയി. അപ്പം നിങ്ങൾ പക്ഷേ ഇപ്പോൾ ആത്മവിശ്വാസം വന്നു. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങളിലൊരു ആത്മവിശ്വാസം വന്നു. നിങ്ങൾ ഭയമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. എന്തു വന്നാലും നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിലാണ് കാര്യങ്ങളിപ്പം. നിങ്ങൾക്കൊരു പുതിയൊരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായി. ഇത്രയും കാലം നിങ്ങൾ അവരുടെ അവർ ചവിട്ടി ഇറക്കുമായിരുന്നു. പക്ഷേ അതിലൊക്കെ ഒരു മാറ്റം വന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഡിവൈനിൽ വിശ്വസിക്കുക. നിങ്ങളെല്ലാം മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളുടെ കൂടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു മാറ്റമാണ്, ഒരു അബ്സല്യൂട്ട് ചേഞ്ചാണ് വന്നിരിക്കുന്നത് ഇവിടെ. അതാണ് സ്പ്രെഡ്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ റീഡിംഗ് ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇപ്പം എൻ്റെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ എൻ്റെ റീഡിംഗ് കൊണ്ട് കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം എനിക്ക് വരുത്താൻ കഴിയുന്നുണ്ടെന്ന് അറിയുന്ന ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. അപ്പം നന്ദി, നമസ്കാരം ഒരിക്കൽ കൂടി എല്ലാവർക്കും. അപ്പം എല്ലാവരും സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. ദൈവം അനുഗ്രഹിക്കട്ടെ.